UAE-യിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ഷാർജയിലും അജ്മാനിലും നിരവധിയിടങ്ങളിൽ വെള്ളം പൊങ്ങിയതോടെ സാധാരണ ജനജീവിതം നിശ്ചലമായി. ദുബായിൽ നിന്നും വിവിധ നഗരങ്ങളിലേക്കുള്ള ദീർഘദൂര ബസ് സർവീസുകൾ നിർത്തിവെച്ചു. നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഷാർജയുടെ നഗരഹൃദയമെന്ന് വിശേഷിപ്പിക്കാവുന്ന സിറ്റി സെന്റർ അൽവഹദ പ്രദേശത്തെ കാഴ്ചയാണ് ഇത്. അജ്മാനിലേക്കും ദുബായിലേക്കും ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിലച്ചു. നിരവധി കടകളിൽ വെള്ളം കയറി സാധന സാമഗ്രികൾ നശിച്ചു. മഹാനഗരത്തിലെ മറ്റൊരു പ്രധാന കേന്ദ്രം അൽ കാസ്മിയ. കടകളിലും താമസ കേന്ദ്രങ്ങളിലും വെള്ളം കയറി. വലിയ വാഹനങ്ങൾക്ക് മാത്രമാണ് റോഡിലൂടെ കടന്നുപോകാൻ കഴിയുന്നത്. ഷാർജയിലെ തന്നെ ജമാൽ അബ്ദുൽ നാസർ സ്ട്രീറ്റിലെ വെള്ളക്കെട്ട് ഇങ്ങനെ. അൽനഹദ, അബൂഷാഗര, ബുവൈല തുടങ്ങി ഷാർജ നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം വെള്ളം കയറി നിശ്ചലമാണ്. ഓഫീസുകൾക്ക് തുറന്നു പ്രവർത്തിക്കാനോ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാനോ കഴിയുന്നില്ല. ഉച്ചയോടെയാണ് ദുബായ്, ഷാർജ, അജ്മാൻ തുടങ്ങിയ നഗരങ്ങളിൽ ശക്തമായ കാറ്റോടുകൂടി കനത്ത മഴ പെയ്തത്. ദുബായിൽ കിസൈസ്, റാഷ്ദിയ, മിർദിഫ്, ഇന്റർനാഷണൽ സിറ്റി എന്നിവിടങ്ങളിലെല്ലാം വെള്ളക്കെട്ടുണ്ടായി. അജ്മാനിൽ കരാമ, റാഷ്ദിയ എന്നിവിടങ്ങളിൽ താമസ കേന്ദ്രങ്ങളിലടക്കം വെള്ളം കയറി. കുവൈറ്റിലും ബഹ്റൈനിലും നിരവധിയിടങ്ങളിൽ ശക്തമായ മഴ പെയ്തു. റാസൽ ഖൈമയും ഫുജൈറയും അടക്കം UAE-യുടെ മലയോര മേഖലകളിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.